സ്മൃതി ഇത് പഠിക്കുന്നതേയില്ല ആരും എന്നുള്ളതാണ്. 20 വർഷം മുമ്പ് ഇതേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പാറമേക്കാവിൽ സമാനമായ രീതിയിൽ മാനുഫാക്ചറിങ് സൈറ്റിൽ തന്നെ അപകടമുണ്ടായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് പുറ്റിങ്ങലിൽ കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടമുണ്ടായി. 110 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു കമ്മീഷൻ വന്നു, നിർദ്ദേശങ്ങൾ വന്നു. പാഠം പഠിക്കണ്ടേ? പാഠം പഠിക്കേണ്ടതാണ്, പക്ഷെ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ സത്യം. ഇത് എല്ലാ തവണയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടിയിരുന്ന് ചർച്ച നടത്തും, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എടുക്കും, എല്ലാം ചട്ടപ്പടി തന്നെ നടക്കും. പിന്നീട് വീണ്ടും അടുത്ത അപകടത്തിലേക്ക് പോകും. ഇതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയ്ക്ക് ചെറുതും വലുതുമായി കണക്കെടുക്കുകയാണെങ്കിൽ 800-ലധികം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായി എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 800-ലധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് പാഠം പഠിക്കുന്നുള്ളത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് വിരുദുനഗറിൽ നടന്ന വെടിക്കെട്ട് അപകടം സമാനമായ അപകടമാണ്. അവിടെ പടക്ക നിർമ്മാണശാലയിൽ 25 പേരാണ് മരിച്ചത്. അതിനുശേഷം ആ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാതെ ബന്ധുക്കൾ അവിടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടത്തിയ സമരമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇത് കേൾക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് കരുതിയതല്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്നും അത് സംഭവിച്ചിരിക്കുന്നു. അത് കാണുകയാണ്. പൂരത്തിൻ്റെ തുടക്കമായി ആവേശത്തോടെ സന്തോഷത്തോടെ എല്ലാവരും കാത്തിരുന്ന ദിവസം ഒരു ദുഃഖത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ 110 പേർ മരിച്ച പുറ്റിങ്ങൽ ദുരന്തമാണല്ലോ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കമ്മീഷൻ, ഗോപിനാഥൻ നായർ കമ്മീഷനായിരുന്നു. കമ്മീഷനും ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഇനി ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ പക്കലുണ്ട്. സർക്കാർ അത് നടപ്പാക്കിയോ എന്നുള്ള ചോദ്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരത്തിന് മുമ്പ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി യോഗം ചേരുന്നു. നമ്മൾ വാർത്തകൾ വായിക്കുന്നതാണല്ലോ. പൂര ഒരുക്കങ്ങൾക്കായി യോഗം ചേരുന്നു. അതിൽ മന്ത്രിമാരുണ്ട്, കളക്ടറുണ്ട്. ആ യോഗത്തിൽ പൂര ഒരുക്കം എന്തൊരുക്കമാണ് അവർ പഠിച്ചത്, അല്ലെങ്കിൽ എന്തൊരുക്കമാണ് അവർ വിലയിരുത്തിയത്? ആ ഒരുക്കത്തിൽ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നില്ലേ? സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തൊരുക്കമാണ്? നന്നായി ഗംഭീരമായി പൂരം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ആയോ എന്നത് ആലോചിച്ച് യോഗം ചേർന്ന് പിരിയുകയാണോ അവർ ചെയ്തിട്ടുള്ളത് എന്നാലോചിക്കുമ്പോൾ ഭരണകൂടമാണ് അതിന് ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ്. ഈ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം എക്സ്പ്ലോസീവ് റൂൾസ് പ്രകാരം മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളുണ്ട്. ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നും, വെടിപ്പുരകൾക്ക് ബലമുള്ള ഭിത്തി വേണമെന്നും, കനം കുറഞ്ഞ മേൽക്കൂര വേണം, പിടുത്തമുണ്ടായത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അഗ്നിശമന ഉപകരണങ്ങൾ വരുത്തണമെന്നുള്ളതാണ്. കെട്ടിടത്തിലെ ഇലക്ട്രിക് ഫിറ്റിങ്ങൾ കെട്ടിടത്തിന് പുറത്തുനിന്ന് വേണം എന്ന് പറയുന്നു. 100 കിലോഗ്രാമിൽ കൂടുതൽ വെടിക്കോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെ എത്രയാണ് ഉപയോഗിച്ചത്? 500 കിലോ എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാനാവുന്നത്. യഥാർത്ഥത്തിൽ ഈ പുറ്റിങ്ങലിൽ 15 കിലോഗ്രാം മാത്രം ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടായിരുന്നിടത്ത് 3500 കിലോഗ്രാമാണ് ഉപയോഗിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചത്. 700 പേരോളം അതിൻ്റെ ദുരന്തബാധിതരായി ഇപ്പോഴും കഴിയുകയാണ്. അപകടങ്ങളിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ പാതി ശരീരമായി പാതി ഭാഗങ്ങൾ നഷ്ടപ്പെട്ടൊക്കെ കഴിയുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അവിടെ ഈ മരുന്ന് നിർമ്മിക്കുന്ന പ്രായമായ സ്ത്രീകളടക്കം അവിടെ ചമറം പടിഞ്ഞിരുന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ മുന്നിൽ പ്രതികരിക്കുന്നവർ അടുത്ത നിമിഷങ്ങൾക്കകം അവർ ഇല്ലാതായി എന്ന് ആലോചിക്കുമ്പോൾ ഇത്ര ഭയാനകമാണത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോയ 2 ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ എത്രത്തോളം ഭയപ്പെടുത്തുന്ന ദുരന്തമാണ്. അതേ എത്ര കിലോമീറ്ററുകളിലേക്ക്, അതിൻ്റെ ആഘാതം എത്ര ഭാഗത്തേക്ക് പടർന്നു എന്നുള്ളതാണ്. ഈ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറുകയും കടാവർ നായകളെ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും എത്ര പേരുണ്ടായിരുന്നു അവിടെ എന്നുള്ള കൃത്യമായ കണക്കുണ്ടോ? നിഗമനം ഇന്ന് DGP പറയുന്നത് 34 പേരുണ്ടെന്നാണ് നിഗമനം എന്ന് പറയുന്നു. അവിടെ 40 പേർക്കുള്ള ഊണ് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ കണക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഊണ് അവിടേക്ക് എത്തിയതിൻ്റെ കണക്ക് വെച്ചിട്ടാണ് അവിടെയുള്ള ആളെ എണ്ണാൻ പോകുന്നത്. അതും കണക്ക് ശരിയാവണമെന്നില്ല. കാരണം നമ്മളോട് പ്രതികരിച്ച 2 അമ്മമാർ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ. അപ്പോൾ അവർ ആ എണ്ണത്തിൽ പെടുന്നില്ല. അപ്പോൾ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് 13 എന്ന് കണക്ക് പറയുമ്പോൾ ഔദ്യോഗികമായി 10 മാത്രമേ സ്ഥിരീകരിക്കുന്നുള്ളൂ. ഇത്രയും വലിയ ദുരന്തം നടന്നതിന് ശേഷം ഇതിനെ സർക്കാർ വിശേഷിപ്പിച്ചത് സവിശേഷ ദുരന്തം എന്നുള്ളതാണ്. ഈ സവിശേഷ ദുരന്തമാണോ യഥാർത്ഥത്തിൽ? ഇതിനു മുമ്പ് എത്രത്തോളം ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അതിനൊക്കെ ഓരോ ദുരന്തത്തിനും ഓരോ പേരിട്ട് വിളിക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഇതിനുശേഷം എന്ത് പാഠം പഠിക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സർക്കാർ പറയുന്നത് നാളെ ഇപ്പോൾ 2 ദിവസങ്ങളായിട്ടും ചർച്ച നടത്തും. അതിനുശേഷം പൂരവുമായി ബന്ധപ്പെട്ട അടുത്ത തീരുമാനമെടുക്കുമെന്ന്. 13 പേർ മരിച്ചു കഴിഞ്ഞു, ദാരുണമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തത് കൊണ്ടുണ്ടായ മരണമാണ്. അപ്പോൾ ഈ ദുരന്ത സാഹചര്യത്തിൽ നമുക്കൊരു ആഘോഷം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് ഇത്ര ഒരു അമാന്തം വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം, ഉറച്ച തീരുമാനം നമ്മുടെ ഭരണാധികാരികളിൽ നിന്നുണ്ടാകാത്തതെന്നൊരു ഭയങ്കര അത്ഭുതകരമാണ്. ഭയങ്കര നിസ്സംഗമായി തോന്നുകയാണ്. കാരണം പൂരം നടത്താതിരിക്കാൻ പറ്റുമോ എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ ജനപ്രതിനിധികൾ തന്നെ, നേതാക്കൾ തന്നെ പറയുകയാണ് ഒന്നിനും വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന്.
അല്ലേ? അങ്ങനെയല്ലേ ഇന്ന് പ്രതികരിച്ചു ചർച്ചയിൽ ഞാൻ കാണുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ വേണം, എന്നാണ്. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം എന്നാണ്. മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം. പൂരം ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല, ചടങ്ങുകൾ ഡൈല്യൂട്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ചടങ്ങുകൾ വേണ്ട എന്ന് ആരും പറയുന്നില്ലേ. ഈ ചടങ്ങുകളിൽ തന്നെയാണ് ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ ചില കാര്യങ്ങൾ വരുന്നെങ്കിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റണ്ടേ? ആചാരമായാലും വിശ്വാസമായാലും ആത്യന്തികമായി മനുഷ്യത്വം എന്നതിനപ്പുറം കടന്നു പോകുന്ന ആവരുതല്ലോ. ഇത് ദൈവങ്ങളോടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ് ആയുസ്സും ആരോഗ്യമാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആയുസ്സും ആരോഗ്യമില്ലാതെ ജനം മരിച്ചു വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളായിട്ട് ഒരു ആചാരവും മാറരുത് എന്നുള്ളതല്ലേ. കോടതിയിൽ നിന്ന് എത്ര തവണ വിമർശനം വന്നിട്ടുണ്ട്. തെച്ചിക്കോട് രാമചന്ദ്രൻ, ഒരു കണ്ണില്ലാത്ത ആനയെ, പ്രായമേറെ വാർദ്ധക്യം ബാധിച്ച ഒരു ആനയെ എഴുന്നള്ളിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അതിനോടുണ്ടായ പ്രതികരണം? ഈ പൂരക്കമ്പക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇനി അതുമായി ബന്ധപ്പെട്ട് അതിനോട് അനുകൂലിച്ച് പ്രതികരിച്ചവരോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? നമ്മൾ കണ്ടതാണ് അല്ലേ? അത് മിണ്ടിക്കൂടാ, അത് ആചാരമാണ്. അതായത് ആ ആന എത്ര ബുദ്ധിമുട്ടിയാലും ആനപ്രേമികൾക്ക് ആ ആന തന്നെ വേണം, എന്നാലേ ആ ആചാരം ഗംഭീരമാകൂ എന്നുള്ളതാണ് വിലയിരുത്തൽ. എത്രത്തോളം കണ്ണിൽ ചോരയില്ലാത്ത ഒരു നിലപാടാണെന്നുള്ളതാണ്. ഇതൊക്കെയാണോ ആചാരം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. ഇപ്പോൾ ഇവിടെയും കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്, രാമേന്ദ്രൻ നായർ കമ്മീഷൻ. അദ്ദേഹം അന്വേഷിക്കാൻ പോകുന്നു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഈ പരിപാടികളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, ഇതൊക്കെ ഈ ചടങ്ങുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അത് വെടിക്കെട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് കുറേ പേരുടെ തൊഴിലിനെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെടിക്കെട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു പകരം എന്തെങ്കിലും സംവിധാനങ്ങൾ ആലോചിക്കാമല്ലോ. അത് അദ്ദേഹം പറയുന്നുണ്ട്. ചൈനീസ് പടക്കങ്ങൾ, അതിൽ ദൃശ്യത്തിനാണ് അല്ലേ, വെളിച്ചവും ദൃശ്യത്തിനാണ് അതിൽ പ്രാധാന്യം. ഇത് ശബ്ദമാണ് ഇതിൽ പ്രാധാന്യം, ശബ്ദം വേണമെന്നുള്ളതാണ്. ശബ്ദം വേറെ രൂപത്തിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അത് ആലോചിക്കാവുന്നതാണ്. എന്തൊക്കെ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടെന്നേ. എത്രത്തോളം രോഗം പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ആഘോഷങ്ങൾക്കും മാറ്റം വരുത്തേണ്ടതല്ലേ. ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടൊരു ആഘോഷം വേണോ? അങ്ങനെയാണോ ആഘോഷിക്കേണ്ടത് എന്ന ആലോചനയിലേക്ക് കടക്കേണ്ടതാണ്. അങ്ങനെ കടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ശക്തമായ നിലപാട് പറയില്ല. ഇങ്ങനെ ഈ ഇടയ്ക്ക് നിന്നുകൊണ്ട് എവിടെയും തട്ടാതെ കൊള്ളാത്ത പ്രതികരണങ്ങൾ നടത്തി അങ്ങ് പോകും. കാരണം പൂരപ്രേമികളെ വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിപ്പിക്കാന്നല്ല, അവർക്ക് എതിരായ ഒരു പ്രതികരണം നടത്തിയാൽ അതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും എന്നുള്ള ഭയമാണ്. ആ ഭയമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് മുഴുവനുള്ളത്. ഒരുപക്ഷെ ഭരണാധികാരികളും അതുകൊണ്ടായിരിക്കാം ആലോചിച്ച ശേഷം അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന്. ഇന്നിപ്പോൾ ഈ മരിച്ചവരുടെ വീടുകളിലൊക്കെ ഈ മന്ത്രിമാരൊക്കെ പോയതല്ലേ, അവർക്കറിയാവുന്നല്ലേ ഏതിലൂടെയാണ് കടന്നു പോയത്. ആ ചുറ്റുപാടും ഒന്നാലോചിച്ചു. ഫയർഫോഴ്സിന് പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഇടവഴിയിലൂടെ കടന്നു വേണം അതായത് ഒരു തരത്തിലും നിയമം പാലിക്കാതെയാണ് ഇവിടെ ഈ പരിപാടികൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനാരാണ് ഉത്തരവാദി? ആ ഉത്തരവാദികൾക്ക് ശിക്ഷ ലഭിക്കുമോ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രാഥമികമായ പ്രതികരണം പോലും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ശക്തമായി പ്രതികരിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്. അവർ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ എന്താ പറയുക, ന്യൂനപക്ഷമാണ് ആ പ്രതികരണം എന്നുള്ളത് കൊണ്ട്, അപ്പുറത്ത് പൂരപ്രേമികളാണ് ഭൂരിപക്ഷത്ത് എന്നുള്ളതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുക എന്ന നിലപാടിലേക്ക് വരികയാണ്. ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടി തന്നെ വരും. അത് ആചാരങ്ങളായാലും ഈ പറയുന്ന ആഘോഷങ്ങളായാലും എല്ലാത്തിനും ഉപരി മനുഷ്യത്വമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് എത്തുകയോ എന്നുള്ളത് കോടതി വിധിയുടെ പ്രകാരമായിട്ട് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് പറയുന്നത്. സുപ്രീം കോടതി ഈ ശബ്ദം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു, അതിനനുസരിച്ച് നടത്തിക്കോളൂ എന്ന് പറയുന്നത്. സുപ്രീം കോടതി ആയാലും ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയല്ല നിലപാടെടുക്കുക. അപ്പോൾ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു കുഴപ്പവുമില്ല, നടത്തേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്തായാലും ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണ്, കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന ആലോചനയിലേക്ക് ഈ നാട് പോകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. പലയിടത്തായി പല ഉത്സവങ്ങളിലായി ആന ഇടയുന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്നുണ്ട്. കടുത്ത ചൂടാണ്. ചൂട് മാത്രമല്ല ഈ സ്ഫോടനത്തിന് കാരണമെന്നുള്ളത് നമുക്ക് വളരെ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ചൂടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന സ്ത്രീകൾ പറയുന്നുണ്ട് അവർക്ക് സൂര്യാതപം ഏറ്റത് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കനത്ത ചൂടിലാണ് ഒരു കയ്യുറ പോലുമില്ലാതെ, ഒരു മാസ്ക് പോലുമില്ലാതെ ഇത്രയും വിഷം ഉള്ള ഒരു സാധനങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് പരിശോധിക്കേണ്ടത്? ആ പ്രാഥമിക പരിശോധന നടത്താതെ എങ്ങനെയാണ് ഈ വട്ടമിട്ട് ഇരുന്നു കൊണ്ട് ഇവർ എന്ത് യോഗം, എന്ത് തീരുമാനമാണ് എടുത്തതെന്നുള്ളതാണ് അറിയേണ്ടത്. Meet the editors.